നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടി വായിക്കപ്പെടേണ്ട ഒരു സംഭവമാണ്. ഇന്നാഴത്തൊനാക്കൽ കൗസർ. അള്ളാഹു തആല നമുക്ക് എന്തെല്ലാം നിഅമത്തുകൾ നൽകി. നമുക്ക് അള്ളാഹ് നൽകിയ നിഅമത്തുകൾ എത്രയാണ് ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു മനുഷ്യൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയാണ് 10 കോടി രൂപ തരാം, നിങ്ങളുടെ ഒരു കണ്ണ് തരുമെന്ന് വെച്ചാൽ നമ്മളെന്താ പറയാ? കൊടുക്കോ? കൊടുക്കൂല. 10 കോടി രൂപ തരാം, നിങ്ങളുടെ ഒരു കണ്ണ് തരുമോ ചോദിച്ചാൽ നമ്മൾ കൊടുക്കുമോ? കൊടുക്കൂല. കാരണം അത്ര പൈസ തന്നാലും വിലമതിക്കാൻ പറ്റാത്ത ഒന്നാണ് നമ്മുടെ കണ്ണ് എന്ന് പറയുന്നത്. അള്ളാഹു തആല നമ്മൾ ആദരിച്ച രൂപമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞില്ല, നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ എത്ര നിസ്കാരം പോയി? അള്ളാഹു തആല നമ്മുടെ അടുത്ത് ചെയ്ത റഹ്മത്ത് എത്രയാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മാനും റഹീമുമാണ് എന്നതിന് ഇതിനേക്കാൾ വലിയൊരു ഉദാഹരണം എന്താ വേണ്ടത്? നമ്മളൊരു ഹറാം ഇരുന്ന് കണ്ടപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച അള്ളാഹു തആല എടുത്തു കളഞ്ഞില്ല. നമ്മൾ ഹറാം കേട്ടപ്പോൾ നമ്മുടെ കാതിൻ്റെ കേൾവി അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു കളഞ്ഞില്ല. എത്രയോ സുബഹി നമ്മൾ ഉറങ്ങിപ്പോയി, എത്രയോ ളുഹറുകൾ ജോലിയുടെ തിരക്ക് പറഞ്ഞുപോയി. ആ സമയത്ത് അള്ളാഹ് തീരുമാനിച്ചില്ല, അവനിന്ന് ളുഹർ നിസ്കരിച്ചില്ലല്ലോ, അതുകൊണ്ട് അവനിന്ന് ഭക്ഷണം കഴിക്കണ്ട എന്ന് അള്ളാഹു തആല തീരുമാനിച്ചില്ല. അവനിന്ന് സുബഹി നിസ്കരിച്ചില്ലല്ലോ, അതുകൊണ്ട് അവനിന്ന് എഴുന്നേറ്റ് നടക്കണ്ട എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചില്ല. അള്ളാഹു തആല അപ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ തന്നത് റഹ്മാനായതുകൊണ്ടാണ്. അള്ളാഹു തആല അള്ളാഹിൻ്റെ ഔദാര്യം കൊണ്ടാണ്. അള്ളാഹു തആല പറഞ്ഞത് നമ്മൾ കേട്ടില്ല, നിസ്കരിക്കാൻ പറഞ്ഞ്, ഹറാമ് കാണരുത് കേൾക്കരുത് എന്നൊക്കെ പറഞ്ഞ്, എന്നിട്ട് നമ്മളിതൊന്നും കേട്ടില്ല. പക്ഷെ അള്ളാഹ് തന്ന നമുക്ക് നിഅമത്തുകൾ ഏതെങ്കിലും ഒന്നിനെ അള്ളാഹു തആല പിൻവലിച്ചോ? ഇല്ലല്ലോ. പിന്നെയും തരിക ചെയ്ത്, പിന്നെയും നിഅമത്തുകൾ ഇങ്ങനെ നൽകിക്കൊണ്ടേയിരുന്നു. മക്കളുണ്ടായിട്ട് മക്കളെ ദീനിന്റെ മാർഗത്തിൽ നമുക്ക് വളർത്താൻ കഴിഞ്ഞില്ല. അപ്പോഴും അള്ളാഹു തആല വേറൊരു കൂട്ടരെ തരികയാണ്, ഇതിനെങ്കിലും ഒന്ന് ആക്കി കൊടുക്കുമോ? അങ്ങനെ ദീനിന്റെ മാർഗത്തിലാക്കുമോ? അതും നടന്നില്ല. വേറൊന്ന് തരിക, ഇതിനെങ്കിലും ദീനിന്റെ മാർഗത്തിലാക്കുമോ? അള്ളാഹു തആല ഇങ്ങനെ ഓരോ സബബുകൾ, കാരണങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കണം. അള്ളാഹിന്റെ റഹ്മത്ത് എത്രയാണ്! അള്ളാഹു തആല റഹ്മത്ത് നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. അതാണ് നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തിയില്ലേ, നമ്മൾ വിചാരിക്കാതെ നമ്മുടെ ഒരു തുള്ളി മൂത്രം പുറത്തേക്ക് പോകുന്നില്ല. സാധാരണഗതിയിൽ നമ്മുടെ മലം ഒരു തുള്ളി നമ്മൾ വിചാരിക്കാതെ പുറത്തേക്ക് പോകുന്നില്ല. അള്ളാഹ് തന്ന നിഅമത്ത് എത്രയാണ്! അല്ലാഹു തആല നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റിന് പകരമായിട്ട് നമ്മുടെ മുഖത്ത് കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാ. നിങ്ങളൊരു തെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളിയെ അല്ലാഹു തആല അടയാളപ്പെടുത്തും. ഒരു വൈറ്റ് പേപ്പറാണ് നമ്മുടെ ഹൃദയം എന്ന് സങ്കല്പിക്കുക. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ അതിലൊരു വെള്ളപ്പുള്ളി, പിന്നെ ഒരു കറുത്ത പുള്ളി, മറ്റൊരു തെറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഒരു പുള്ളി, ഇങ്ങനെ ഓരോ തെറ്റിനും ഓരോ പുള്ളികൾ ഇങ്ങനെ അടയാളപ്പെടുത്തും. അള്ളാഹു എങ്ങാനും ആ പുള്ളികളെ നമ്മുടെ മുഖത്താണ് തന്നിരുന്നെങ്കിലോ, നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റിനുള്ള അത് ഓർമ്മപ്പെടുത്താൻ വേണ്ടി നമ്മുടെ മുഖത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു കറുത്ത പുള്ളി തന്നിരുന്നെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നൊരു തെറ്റിന് പകരമായിട്ട് അല്ലാഹു തആല ഒരു ദുർഗന്ധം നമുക്ക് തന്നിരുന്നെങ്കിലോ, ഭാര്യൻ്റെ അടുക്കലേക്ക് ചെല്ലാൻ കഴിയുമോ? പള്ളിയിലേക്ക് ചെല്ലാൻ കഴിയുമോ? ഇപ്പം നമ്മൾ വല്ല കല്യാണമോ നിശ്ചയമോ നിക്കാഹൊക്കെ ഉണ്ടായാൽ നമ്മളിങ്ങനെ ചെന്നിരിക്കുകയാണ്. ഞാൻ വലിയ പ്രതാപിയാണ്, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ചെന്നിരിക്കുകയാണ്. ഞാൻ ഈ സ്വഭാവം നമുക്ക് ഇതാണ് തന്നിരുന്നെങ്കിൽ എവിടെ നമ്മൾ പോവുക? വീടിൻ്റെ പുറത്തിറങ്ങോ? പോട്ടെ റൂമിൻ്റെ പുറത്തിറങ്ങോ? പോട്ടെ ഭാര്യൻ്റെ അടുത്തിരിക്കുമോ? ആരുടെ അടുത്തിരിക്കൂല? അൽഹംദുലില്ലാഹ്. എത്ര വട്ടം പറയണം? എത്ര വട്ടം സ്തുതിക്കണം? അൽഹംദുലില്ലാഹ്. ഇതെങ്ങാനും അല്ലാഹു തആല എന്നിട്ടോ നമ്മൾ ഈ പോക്കിരിത്തരൊക്കെ കാണിച്ചു നടന്നാൽ അല്ലാഹു തആല പറഞ്ഞെന്താ? ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അങ്ങനെയൊക്കെ ചെയ്തല്ലോ, പേടിക്കൊന്നും വേണ്ട കേട്ടോ, അല്ലാഹു തആല നിന്നെ ബുദ്ധിമുട്ടാക്കൊന്നുമില്ല കേട്ടോ. തൗബ ചെയ്യാൻ ഒരുക്കണ്ടോ? ഉത്തരം ചെയ്യാൻ ആ റെഡിയാ. തൗബ ചെയ്യാൻ നിനക്ക് സമയമുണ്ടോ? പുറത്തരാൻ തയ്യാറാണ്. അതുകൊണ്ട് തൗബ ചെയ്യും. അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു എവിടെയെന്ന് ആരെങ്കിലും എൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ മറുപടി കൊടുക്കാൻ പറഞ്ഞത്? ഞാൻ അടുത്തന്നെ ഉണ്ട്, വിഷമിക്കൊന്നും വേണ്ട, ഏത് സമയത്തും എൻ്റെ അടുത്ത് എന്ത് വിഷയം പറയാം, കേൾക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ നമുക്ക് പറയാൻ സൗകര്യമില്ലാതായിപ്പോയി. ഇന്നാഴത്തൊനാക്കൽ കൗസർ. അല്ലാഹു നമുക്ക് എന്തൊക്കെ നിഅമത്ത് നൽകി, എങ്ങനെ നമ്മൾ ആ നിഅമത്തുകളൊക്കെ പറഞ്ഞ് തീർക്കാൻ കഴിയുക? നമ്മൾ ആലോചിച്ച് നമുക്ക് മനസ്സിലാവും. നമ്മുടെ കണ്ണിൻ്റെ ഒരു കാഴ്ച കുറയുമ്പോഴേക്ക് ഏതൊക്കെ ഹോസ്പിറ്റലാണ് നമ്മൾ കയറി ഇറങ്ങുന്നത്.
നമ്മുടെ ഹൃദയത്തിൻ്റെലേക്ക് പോകുന്ന ഒരു വാൾവിൽ ഒരു ബ്ലോക്ക് വരുമ്പോഴേക്കും നമ്മൾ ലൈഫ് തന്നെ മാറുക. പിന്നെ നമ്മളെല്ലാം കൺട്രോൾ ചെയ്യുക. പക്ഷെ അതിങ്ങനെ പ്രോപ്പറായി അതിൻ്റെ സർക്കുലേഷൻ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ആരാ ഇതൊക്കെ നടത്തിയേ ഒരു ടെൻഷൻ ഉണ്ടാകുന്നില്ല. ഒന്നെണ്ണം ബ്ലോക്ക് ആയപ്പോൾ എല്ലാം തീർന്നു. അതുകൊണ്ട് എന്നോടും എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, ഫസ്വല്ലി ലിറബ്ബിക്, അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നിസ്കരിക്കണം. അതാണ് ഈ സൂറത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നബിയെ അങ്ങ് നിസ്കരിക്കണം എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി സമയത്ത് നിസ്കരിച്ച് കാലിൽ നീര് വന്ന സമയത്ത് ആയിഷ ഉമ്മ പോയി ചോദിച്ചില്ലേ, എന്തിനാ നിങ്ങളിങ്ങനെ നിസ്കരിക്കണേ? നിങ്ങൾക്ക് എല്ലാ നിഅമത്തും അല്ലാഹ് നൽകിക്കണല്ലോ, എല്ലാം കൊണ്ടും അങ്ങേ പരിഗണിച്ചിരിക്കണല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ കാലിലൊക്കെ നീര് വന്ന് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന രൂപത്തിലേക്കൊക്കെ ആയിട്ട് നിസ്കരിക്കണമെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി എന്താ? മോളെ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ മോളെ? അല്ലാഹ് എനിക്ക് എന്തെല്ലാം നിഅമത്തുകളാ നൽകി. ഈ നിഅമത്തുകൾക്കൊക്കെ റബ്ബിൻ്റെ അടുത്ത് എങ്ങനെ ഞാൻ കണക്ക് പറയാം? എങ്ങനെയാ മറുപടി കൊടുക്കുക? ഫലാകുനു അബ്ദൻ ഷക്കൂറ, ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ? പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനൊക്കെ പകരമായി റബ്ബ് പറഞ്ഞെന്താ? ഫസ്വല്ലി റബ്ബിക്, അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കുമോനെ. ഇതൊക്കെ തന്നില്ലേ, നിസ്കരിക്കുമോനെ. എന്നിട്ട് എങ്ങനെ നമ്മൾ നിസ്കരിക്കാതിരിക്കുക? അള്ളാഹ് എല്ലാ നിഅമത്തുകളും നമ്മളിങ്ങനെ ആസ്വദിച്ച് എല്ലാം കൊണ്ടും നടന്നിട്ട് ഫസ്വല്ലി റബ്ബിക്, അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കാൻ പറഞ്ഞിട്ട് നമുക്ക് നിസ്കരിക്കാൻ വയ്യ. നിസാര കാരണത്തിൻ്റെ പേരിൽ നിസ്കാരം ഒഴിവാക്കുക. എന്നിട്ട് അതിന് നമ്മുടെ അടുത്തൊരു കാരണം പറയാം. അങ്ങനെയൊക്കെ നോക്കിയാൽ നടക്കുമോ? ആരെയാ പറ്റിക്കണത്? അള്ളാഹിനെ. ആരെയാ നമ്മൾ പറ്റിക്കണത്? അള്ളാഹു സുബ്ഹാനഹു വ തആല. ആരുടെ മുന്നിൽ നമുക്ക് അഭിനയിക്കാൻ പറ്റും? അള്ളാഹിൻ്റെ മുന്നിൽ അഭിനയിക്കാൻ പറ്റും? ആരെയും നമുക്ക് പറ്റിക്കാൻ പറ്റും? അള്ളാഹിനെ പറ്റിക്കാൻ പറ്റൂല. നമ്മൾ ആ കാരണം കൊണ്ട് നിസ്കരിച്ചില്ല, ഈ കാരണം കൊണ്ട് നിസ്കരിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ ഹക്കറിയുന്ന ഒരാളുണ്ടല്ലോ, അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹിനെ എങ്ങനെ പറ്റിക്കും? അള്ളാഹിൻ്റെ കണ്ണിനെ നമ്മൾ എങ്ങനെ മറയിട്ട് കൊടുക്കും? കഴിയില്ലല്ലോ. അതുകൊണ്ട് അല്ലാഹു തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്തുകൾ, നമ്മുടെ എല്ലാ കാര്യങ്ങളും ആ നിഅമത്തുകളിൽ പെട്ടതാണ്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഒരു സമയത്ത് പോലും പരിശുദ്ധമായ നിസ്കാരത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൂടാ. നിർബന്ധമായിട്ട് നമ്മുടെ നിസ്കാരത്തെ അതിൻ്റെ മുറ പോലെ നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്തി വെച്ചുകൊണ്ട് തന്നെ നമ്മൾ നിസ്കരിക്കണം.